പിണറായിക്ക് അടി, രാഹുലിന് ആശ്വാസം. കോടതിയുടെ ഇടപെടൽ എന്ന് പറയപ്പെടുന്നത് വിജയന് അതൃപ്തി ഉണ്ടാകാം. കാരണം ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാടിന്റെ MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ മാസം 15 വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. 10ാം ദിവസവും രാഹുൽ ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ പാലക്കാടുള്ള MLA-യുടെ ഓഫീസൊക്കെ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിൽ തന്നെ പ്രവർത്തനമുണ്ട്. പക്ഷേ MLA അവിടെ എത്താറില്ല എന്നുള്ളത് മാത്രമാണ്. ഇനി വരുമോ അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആശങ്കയുണ്ട്. തിരികെ വീണ്ടും MLA ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പാലക്കാടിലുള്ള MLA-യുടെ ഓഫീസിലേക്ക് രാഹുൽ എത്തിച്ചേരുമോ എന്നൊക്കെ കണ്ടറിയാം. എന്തായാലും ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു. രാവിലെ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചില് 32ാമത്തെ കേസായിട്ടാണ് ഹർജി എത്തിയത് എങ്കിലും ആദ്യമേ തന്നെ ഹർജി പരിഗണിക്കുകയായിരുന്നു. രാവിലെ തന്നെ FIS-ലെ ആരോപണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ബലാത്സംഗത്തിന്റെ നിർവചനത്തിൽ പെടുന്നതല്ല എന്നും നിർബന്ധിത ഗർഭഛിദ്രം എന്ന ആരോപണം കേസിന്റെ വസ്തുതകൾ വഴിതെറ്റിക്കുവാനുള്ള പോലീസിന്റെ ശ്രമമാണ് എന്നും അത് തെളിയിക്കുവാനുള്ള രേഖകൾ കൈവശമുണ്ട് എന്ന് രാഹുൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് വാദം കേൾക്കേണ്ടതുണ്ട്, അതിനുശേഷം മാത്രമേ മറ്റ് നടപടികൾ പാടുള്ളൂ എന്ന് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഒരു ഇടക്കാല ഉത്തരവിടുകയും ഈ മാസം 15 വരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഇടക്കാല ഉത്തരവിൻ പ്രകാരമാണ് ഇപ്പോൾ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ കഴിയാൻ തുടങ്ങിയിട്ട് ഇന്ന് 10 ദിവസമാവുകയാണ്. ഇതിനിടെയാണ് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിച്ചത്. അറസ്റ്റ് ചെയ്യുമെന്ന ഭയമില്ലാതെ പോലീസിന് മുന്നിൽ ഹാജരാകാൻ പറ്റിയാൽ തെളിവുകൾ കൈമാറാമെന്ന് രാഹുൽ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിട്ടുമുണ്ട്. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2ാമത്തെ പീഡന പരാതി AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. അന്വേഷണ സംഘത്തിൽ 3 വനിതാ SI-മാരുണ്ട്. SITക്ക് ആയിരിക്കും ഇവരുടെ അന്വേഷണം എന്ന് പറയപ്പെടുന്നത്. ഇവിടെ കോടതിയുടെ ഇടപെടൽ, ആ ഇടപെടൽ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ അതിമോഹത്തെ തളർത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കളി നടത്തി തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാമെന്ന് കരുതിയ പിണറായി വിജയന്റെ അതിബുദ്ധിക്കേറ്റ വല്ലാത്ത തിരിച്ചടിയാണ്. ഒരു വലിയ തിരിച്ചടി കൂടിയാണ് ഈ ഇടക്കാല ഉത്തരവ് എന്നുള്ളത്. അതിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടാവും. ഈ വിധി വന്ന് കുറച്ചു കഴിഞ്ഞില്ല, ഏകദേശം ഒരു 10 മിനിറ്റ് പോലും ആയില്ല. അതിനിടയ്ക്ക് തന്നെ അദ്ദേഹം തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ടു. ഇന്ന് വരെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറായി. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ഇനി ഈ തിരുവായൊന്ന് തുറക്കണമെങ്കിൽ 8ാം തീയതിയോടുകൂടിയേ നടക്കൂ എന്നുള്ളത്. അതായത് ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച, ഇന്നോ നാളെയോ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്താൽ, ഞായറാഴ്ച തന്നെ അറസ്റ്റ് ചെയ്താൽ 8ാം തീയതി കഴിഞ്ഞാൽ 9ാം തീയതി തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു ഓളമുണ്ടാക്കാൻ കഴിയും. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ സ്ത്രീ പീഡകർക്കെതിരെ വലിയ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു, വലിയ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടായിരിക്കും 8ാം തീയതി ഈ പറയുന്ന മഹാൻ മാധ്യമങ്ങളെ കാണാനിരുന്നത്. പക്ഷെ അത് നടന്നില്ല. പകരം ഇന്ന് ഹൈക്കോടതി അതിനും ഒരു മുഴം മുൻപേ അറിഞ്ഞു. ഹൈക്കോടതിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ പറയുന്ന ജഡ്ജിമാരും കഴിക്കുന്നത് ചോറ് തന്നെയാണല്ലോ, അവർക്കും ഇവരുടെയൊക്കെ ബുദ്ധികളൊക്കെ മനസ്സിലാവും. ഇതിനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനെ ഒരു പൊളിറ്റിക്കൽ സംഭവമാക്കി മാറ്റാൻ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് 10 വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന പൊറാട്ട നാടകമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ശേഷിയും ബുദ്ധിയും ഒക്കെ ഇവിടുത്തെ ജഡ്ജിമാർക്കുണ്ട് എന്നെങ്കിലും ഈ സാമാന്യ മര്യാദയുള്ള ഒരു രീതിയിലെങ്കിലും പ്രവർത്തിക്കുവാൻ പിണറായി വിജയനെപ്പോഴുള്ളവർ മനസ്സിലാക്കേണ്ടതില്ലേ, അല്ലെങ്കിൽ അവരുടെ സർക്കാർ മനസ്സിലാക്കേണ്ടതില്ലേ. ഇവിടെ സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യം എത്രയേ ഉള്ളൂ. ഏറ്റവും വലിയ കള്ളന്മാരെയും കൊള്ളക്കാരെയും മണിക്കൂറുകൾ കൊണ്ട് പിടിക്കാൻ കഴിയുന്ന വലിയ സംവിധാനമാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ UK മോഡലുള്ള, ലണ്ടൻ മോഡലുള്ള പോലീസ് സംവിധാനത്തിനോട് കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ കേരള പോലീസ്. അത്രയും ബുദ്ധിമാന്മാരായ, അത്രയും കാര്യശേഷിയുള്ള പോലീസുകാരുടെ ഒരു ഫോഴ്സിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 10 ദിവസമായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ് എന്നും അല്ലെങ്കിൽ ഒളിവിൽ കഴിയുകയാണെന്ന് പറഞ്ഞ് തീർത്ത് ഇത്രയും ആ ഫോഴ്സിനെ തരം താഴ്ത്തുന്ന തരത്തിലായിപ്പോയി. എൻറ്റയർ പോലീസ് ഫോഴ്സിനെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് സത്യത്തിൽ 10 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതിലൂടെ തെളിയിച്ചിരിക്കുന്നത്. അത് പോലീസിന്റെ മിടുക്ക് കുറവല്ല കേട്ടോ,
അത് ഇവിടുത്തെ സർക്കാരിൻ്റെ ഗതികേടാണ്. കാരണം 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 9-ാം തീയതി നടക്കുന്ന 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 7-ാം തീയതിയോ 8-ാം തീയതിയോ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലടയ്ക്കുകയും മാത്രമല്ല തെളിവ് ശേഖരണം എന്നുള്ള പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ കയ്യിൽ വിലങ്ങ് വെച്ചിട്ട്. അപ്പോൾ അതിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ എന്താണ് പറ്റാൻ പോകുന്നത്? പഴയ കോൺഗ്രസ്സുകാരനെ ഇങ്ങനെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു, ഇതാ തെളിവെടുപ്പ് നടത്താൻ പോകുന്നു, സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ എന്നൊക്കെ വരുത്തി തീർക്കുവാനുള്ള വിജയന്റെ കാഞ്ഞ ബുദ്ധി ഉണ്ടല്ലോ, അത് പക്ഷേ കോടതി തിരിച്ചറിഞ്ഞു, നല്ല തല്ലു കൊടുത്തു. സത്യത്തിൽ ആശ്വാസമായിരിക്കുന്ന രാഹുലിന് അങ്ങനെ ഇതിൽ ചെറിയ ആശ്വാസമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇനി പുറത്തിറങ്ങി ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, മാത്രമല്ല അദ്ദേഹത്തിന്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ, അല്ലാതെ പാർട്ടി പ്രവർത്തനങ്ങളുമല്ല, അദ്ദേഹത്തിന്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാം. ഇതൊക്കെ തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തുവാനുള്ള ഒരു സമയവും അവസരവുമാണ് രാഹുൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിന്റെ തെറ്റുകൾ ആണ് നടന്നിട്ടുള്ളെങ്കിൽ ശിക്ഷ ലഭിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കട്ടെ. മാത്രമല്ല ഈ വിജയനെ പോലുള്ളവർ, പിണറായി പോലുള്ളവർ 10 വോട്ടിന് വേണ്ടി നടത്തുന്ന ഈ പൊറോട്ട നാടകത്തെ കാണാൻ നമ്മുടെ നീതി വ്യവസ്ഥയ്ക്ക് കഴിയുന്നു എന്നുള്ളത് ആ നീതിന്യായ വ്യവസ്ഥയോട് നമുക്ക് വീണ്ടും വീണ്ടും കൂടുതൽ ബോധ്യവും അടുപ്പവും ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച